എന്താ ഇത്? ഡാൻസ് ചെയ്യുമല്ലോ. ഇതെന്താ എന്താ ഇത്? എന്താ കാണണേ? ഇത് ഫുൾ ഡിസ്കോ ആണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ദൈവമേ, മൊത്തം തിളക്കമാണ്. തിളങ്ങി അതെ ഇന്ന് കലക്കും തോന്നുന്നു അല്ലേ അതെ 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 തലയിൽ ഇത് കെട്ടിയാൽ തന്നെ മനസ്സിലാക്കണം തകർക്കാൻ പോവാണ്. അതെ 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 അതെ. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ആണല്ലേ? ആരാ കൊറിയോഗ്രാഫർ? ആരാ? അമ്മയാണല്ലേ? Of course. ആ, എന്നാ ഒരു കാര്യം കൊറിയോഗ്രാഫി ബൈ വിഭ്രാന്തി ഗേൾസ്. പാട്ടിന്റെ അവസാനം അമ്മയും ചിലപ്പോ സ്റ്റേജിലേക്ക് കയറ്റാം അല്ലേ? അതെ അതെ, ഒരു ഡാൻസിന് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഡാൻസ് ഞങ്ങൾക്ക് കാണണം. മീനൂട്ടന്റെ മീനുട്ടിക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസമായത്. എനിക്ക് നല്ല സുഖം, എല്ലാരും കൂടെ കളിക്കാൻ ഇഷ്ടം. ഓക്കെ, ഏത് പാട്ടാണ്? ഡിസ്കോ 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 ഡിസ്കോ. It's the time to disco. I am a disco dancer. ഇതിൽ ഏത് ഡിസ്കോവാ? DISCO ഡിസ്കോ ഡിസ്കോ. ഓ, അതാണല്ലേ? ഡിസ്കോ. വെരി ഗുഡ്. ഓക്കേ. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ആരാണ്? പൂവച്ചൽ ഗഹദർ സർ. ഓക്കെ. സംഗീതം ആരാണ്? സംഗീതം കൊടുത്തിരിക്കുന്നത് സംഗീതം ശ്യാം സർ. പാടിയിരിക്കുന്നത് ആരാണ്? KJ യേശുദാസ് സർ. സിനിമയുടെ പേരെന്താണ്? ഈ തണലത്ത് ഇത്തിരി നേരം. ഈ തണലത്ത് ഇത്തിരി നേരെന്നോ? ഈ തണലത്തോ? ഈ തണലിൽ ഞാൻ ഈ തണലിൽ ശരി ശരി, ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്റെ അമ്മേന്റെ അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ട്. ആണല്ലേ? ഹായ് ഹായ്. ആ, അവരെവിടെയാണ് അപ്പോ? കോയമ്പത്തൂര്. കോയമ്പത്തൂരാണോ? അതാ ചോദിച്ചത്. മോളുടെ അപ്പുറത്ത്. ഉണ്ട്. ഹായ് ഹായ്. മോള് പേരെന്താ? അനോറ മെൽബിൻ. അനോറ മെൽബിൻ. നൈസ് നെയിം. ഇവർ രണ്ടുപേരും പാട്ട് പാടുക. മെൽബിന്റെ വൈഫിന്റെ പേരെന്താ? ഗ്ലിനറ്റ്. അതാണ് അമ്മയുടെ അനിയത്തി. ഗ്ലിനറ്റ്. ഓക്കെ, നന്നായിട്ട് പാട്ട് പാടുന്നത് കേട്ടു. നന്നായിട്ട് പാടുന്നത് കേട്ടു. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഒരു ഗാനം ആലപിക്കേണ്ടതായിരിക്കും. മെൽബിൻ രണ്ടുപേരും പാടാറുണ്ടോ? രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ചെറുതായിട്ട്, പക്ഷെ ഞാൻ സംസാരിക്കുമ്പോ ശബ്ദം നല്ലതാണ്, നന്നായിട്ട് പാടും. പണി വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് കഴിയുമ്പോ നമുക്ക് റെഡിയാക്കാം അല്ലേ? അപ്പൊ നമുക്കിപ്പോ തൽക്കാലം എസ്തർ കുട്ടിയുടെ പാട്ട് കേൾക്കാം. DISCO. ഡിസ്കോ ഡിസ്കോ. യെസ്. DISCO
സൂപ്പർ. ESTER. എസ്തർ. യെസ് എസ്തർ കുട്ട കലക്കി താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. യഥാർത്ഥത്തിൽ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. അല്ലാതെ ചുമ്മാ അവിടെ നിന്ന് അനങ്ങാണ്ട് നിന്നല്ലോ പാടിയേ. അല്ലേ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത് പാടിയല്ലോ. സ്വന്തം സ്റ്റെപ്സ് അല്ലേ? അമ്മ പഠിപ്പിച്ച സ്റ്റെപ്സ്. അമ്മ പഠിപ്പിച്ച സ്റ്റെപ്സ് കൊള്ളാം. അതും നന്നായി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി. അതാണ് അമ്മയ്ക്കൊരു ക്ഷീണം. അല്ല, അത് ആക്ച്വലി പേടിയാണ്. അവിടെ പോയി എസ്തറിന്റെ കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. എന്തായാലും മീനുടെയും നമ്മുടെ എസ്തറും കൂടെ ഉള്ള ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. അത് കാണണം. അതെ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല എനർജി ഉണ്ടായിരുന്നു. താങ്ക് യു സർ. നല്ല ബോൾഡ് ആയിട്ട് പാടി, നല്ല ചെസ്റ്റ് വോയിസിൽ പാടി. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. ഈ വേഷം നന്നായിട്ട് മാച്ച് ചെയ്തിട്ട് വന്നിട്ട് ചേരുന്നുണ്ട്. അതെ കൊള്ളാം. ആകെ മൊത്തം ഒരു തിളക്കം. അതെ വെരി ഗുഡ്. ESTER. അയ്യോ, ഇന്ന് പാടിയപ്പോ ആ ശബ്ദത്തിലത്തെ ചെസ്റ്റ് വോയിസിന്റെ ശക്തി ഞാൻ ഇന്നാണ് ശരിക്കും കേട്ടത് കേട്ടോ. ഇതിനു മുന്നേ തമിഴ് റൗണ്ടിൽ പെർഫോം ചെയ്തപ്പോഴും ഇതുപോലത്തെ ആ ഒരു ശബ്ദത്തിന്റെ ആ ഒരു ടോണില്ലേ, ആ ഒരു ഗാംഭീര്യം തമിഴ് റൗണ്ടിലുണ്ടായിരുന്നു. പിന്നെ മൊത്തം തോരണം തൂക്കിയിട്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ മുഴുവൻ, മഞ്ഞ ബൾബുകൾ. അതില് പാടിയപ്പോഴും ഉണ്ടായിരുന്നു അതേപോലത്തെ ഒരു വൈബും ആ ചെസ്റ്റ് വോയിസിന്റെ ഒരു ശക്തിയും ഇന്നും എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാ കേട്ടോ. അത് അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല വൈബ്, നല്ല സ്റ്റെപ്പ്, ആകെ മൊത്തമുള്ളൊരു തിളക്കവും ആ ഒരു ഉന്മേഷം. എസ്തർ ബേബീനെ കാണാൻ തന്നെ ഭയങ്കര ഉന്മേഷം, നല്ല വൈബ്. ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് എഴുന്നേറ്റതിന് ശേഷം എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. അനുപല്ലവി വരെയുള്ളത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കും അവിടെ ആ ഉമ്മകളായിരം ഉമ്മകൾ, അവിടുത്തെ ആ ഒരു ക്ലാരിറ്റിയാണ് മിസ്സായത്. ബാക്കിയൊക്കെ കിടിലമായിരുന്നു. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓക്കെ, ഐ ലവ് യുവർ ചെസ്റ്റ് വോയിസ്. ഇങ്ങനത്തെ പാട്ടുകൾ അടിപൊളിയായി സെലക്ട് ചെയ്യണം. ഇനിയും പറ്റും. എസ്തറിനെ കൊണ്ട് ഇതുപോലത്തെ പാട്ട് പാടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുട്ടി വെറൈറ്റി എസ്തർ കുട്ടി. ഞാനൊരു ടൈം ട്രാവൽ നടത്തി കേട്ടോ. ടൈം മെഷീനിൽ കയറി പഴയൊരു കാലത്തേക്ക് പോയി. അവിടെ ഈ ന്യൂയോർക്കിലുള്ള ഏതൊക്കെയോ നൈറ്റ് ക്ലബിൽ ആദ്യമായിട്ട് ഈ ഡിസ്കോ ഉണ്ടായ കാലം. ആ ഡിസ്കോയിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ 1 2 3 4 എല്ലാത്തിലും ഈ ബേസ് ഡ്രം ഉണ്ടാവും. അതൊരു ഡിസ്കോ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ താളഘടനയിൽ കൃത്യമായിട്ട് നമ്മൾ പാടിയാലാണ് അത് ഫീൽ ചെയ്യുന്നത്. ആ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പാടിയപ്പോ. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്തെ BGs എന്നൊക്കെ പറഞ്ഞ ചില ട്രൂപ്പുകളുണ്ടായിരുന്നു. അവരൊക്കെ കൊണ്ടുവന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോണറാണ് ഈ നമ്മുടെ ഡിസ്കോ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസ് മ്യൂസിക് ഉണ്ട്, ടെക്നോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അതിന്റെ ആഫ്റ്റർ മാത്തിൽ വന്നതാണ്. ഇപ്പൊ ഡിസ്കോ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മള് തിരിച്ച് കുറെ കാലങ്ങളിൽ എന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അന്നത്തെ മ്യൂസിക്കുമായിട്ട് പിന്നെയും എന്നെ ബന്ധപ്പെടുത്തിയത് ആരാണ്? എസ്തർ കുട്ടി. അതാണ് കേട്ടോ. അപ്പൊ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നു ഈ ഡിസ്കോ പാട്ടിൽ ഒരു സംഗതി സംഗതി എന്തിനാണാവോ അല്ലെ? സമ്മാനത്തിന്റെ ശ്യാം സാർ വിചാരിച്ചിട്ടുണ്ടാവും ഒരു സംഗതി ഇരിക്കട്ടെ, കേട്ടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെ, എന്തായാലും US-ലുള്ള ഒരു പാട്ടല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമ പാട്ടല്ലേ. അപ്പൊ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആ ക്യാരക്ടറിന് ഒരു സംഗതി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആ സംഗതി ഒരു പ്രശ്നമായി. അവിടെ താളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ടെമ്പോയിൽ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ആ സംഗതി കറക്റ്റ് ടെമ്പോയിൽ എത്തും വേണം അല്ലേ? പക്ഷെ മാക്സിമം മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
So that was good. താങ്ക് യു Okay, സർ. wishing you all the best. താങ്ക് യു സർ. Yeah. അപ്പൊ എസ്തർ കുട്ടാ എന്തോ? ഇന്നത്തെ മാർക്ക് വേണ്ടേ? യെസ്. 1, a 2, a 3, a 4. N-I-N-T-Y N-I-N-E N-I-N-E N-I-N-T-Y N-I-N-E N-I-N-E മനസ്സിലായില്ലടാ? 99. മനസ്സിലായില്ലേ? N-I-N-T-Y N-I-N-E കേട്ടോ? 99. N-I-N-T-Y N-I-N-E N-I-N-E N-I-N-E. So it's 99 on 100 for Esther Kuti today. താങ്ക് യു സർ. ഞാൻ നോക്കുമ്പോ എനിക്ക് മാത്രം സന്തോഷം, എത്ര കുട്ടിക്ക് ഒരു സന്തോഷം. എന്താന്ന് പിടികിട്ടില്ല. ഇവരെന്താ കാണിക്കുന്നത്? ആ അതൊക്കെ ഇരിക്കട്ടെ. അതിന് ഡാൻസ് ഇനി പെർഫോമൻസ്. വിഭ്രാന്തി അല്ലല്ല, ഗോ. എനിക്ക് വിഭ്രാന്തി ഗേൾസിന്റെ കൂടെയാ കളിക്കണ്ടേ? Yes. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഡാൻസുകാരെ റെഡി ആകുമ്പോഴത്തേക്ക് അവരുടെ പാട്ട് കേൾക്കാം. Yes. ഓക്കെ Okay. മെൽബിൻ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പം എയർഫോഴ്സിൽ വർക്ക് ചെയ്യാണ്. എയർഫോഴ്സിലാണ്. അതെ, അതാണ് മുടിക്ക് ഇങ്ങനെ വെട്ടിയേക്കണേ അല്ലേ? അതെ. ഒരു മിലിറ്ററി ടച്ച്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിപ്പം പ്രസന്റ്ലി ഇപ്പം കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. കോയമ്പത്തൂർ. ഏത് പാട്ടാ? മാവിൻ ചോട്ടിലെ എന്ന് പറഞ്ഞ പാട്ട് പാടും. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നി ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുള്ള തളിരോർമയാണെന്റെ ബാല്യം ചെളിമണ്ണിൽ പാവാടച്ചായം തേക്കും അതു കാണെ കളിയാക്കും ഇളനോമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമ ബാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നി ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുള്ള തളിരോർമയാണെന്റെ ബാല്യം. സൂപ്പർ ചേച്ചി. അപ്പൊ ഇനി മെൽബിൻ. അടിപൊളി. മെൽബിൻ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇപ്പം ഓൾറെഡി എയറിലാണ് വർക്ക് ചെയ്യുന്നത്. എയർഫോഴ്സിലാണ്. പാട്ടൊക്കെ പാടിയിട്ട് എയറിലാണ്. ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ. അങ്ങനൊന്നും പേടിക്കണ്ട. Come on, come on, come on. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പുള്ളിക്കാരി പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ വിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. താങ്ക് യു. സൂപ്പർ സൂപ്പർ. എന്നിട്ടാണ് ഇത് എയറിലല്ല വയറിലാണ്. താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ. എനി ഡാൻസ് ഡാൻസ്. ഡാൻസ്. എനി ഡാൻസ്. Dance, ഞങ്ങളുടെ dance. ഡിസ്കോ. അതെ. Yes. എസ്തറേ, പോരട്ടെ. സ്റ്റെപ്പ് മാറ്റ്, സ്റ്റെപ്പ് മാറ്റ്.
കഴിഞ്ഞോ നിങ്ങൾക്ക് ഭംഗിക്ക് കഴിഞ്ഞു, ഞങ്ങൾക്ക് നല്ല രസമുണ്ട്. ആക്ച്വലി എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈവൻ ഞാനൊരു ലാസ്റ്റ് ഇയർ വരെ ഞാൻ ഈ ഒരു പരിപാടി കണ്ടിട്ടുള്ള ഒരാളല്ല. സിൻസ് ദെൻ എസ്തർ വന്നതിന് ശേഷം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എൻ്റെ കുറെ കൊളീഗ്സ് ആൻഡ് ദർ ഫാമിലീസ് they are also continuously following their performance and this Flowers Top Singer this season. And അവരുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ്. ഇപ്പം എസ്തർ ഒരു പാൻ ഇന്ത്യ ആണ്. ഞങ്ങളുടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എസ്തറിന്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ് പെർഫോമൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ സൈഡിൽ നിന്നും ഒരു best wishes and congratulations. Yes, very good, very good. മീനുട്ടി, എന്തോ so with these few words നമുക്ക് ടാറ്റ പറയാം. ടാറ്റ പറയാം. ബൈ ബൈ പറയാം നമുക്ക്. ബൈ ബൈ എസ്തർ കുട്ടാ. ടാറ്റാ. അടുത്ത ദിവസം കാണാം, ഇതുപോലെ തന്നെ വരണം. Okay, Bye. bye. Okay.